ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്നും ഭഗവത് കഥകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഭഗവാന്റെ കഥകൾ എല്ലാവരും കേൾക്കണേ. പൂർണ്ണമായിട്ടും കഥകൾ കേൾക്കുന്ന വഴി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ നാരായണ സ്വാമിയുടെ പാദരക്ഷകൾ. ഭഗവാന്റെ ആ പാദരക്ഷകൾക്കുണ്ടായ അനുഗ്രഹം ഈ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഈ കഥയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കഥ പറയാം. ഒരിക്കൽ വൈകുണ്ഠത്തിൽ ആദിനാരായണ സ്വാമി യോഗനിദ്രയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് മഹാവിഷ്ണുവിന്റെ കയ്യിലെ ശംഖ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. മഹാവിഷ്ണു ഉപയോഗിക്കുന്ന പാദരക്ഷകൾ ആദിശേഷന്റെ അരികിൽ കിടന്ന് വിശ്രമിക്കുന്നു. അത് കണ്ടപ്പോൾ ശംഖിന് ദേഷ്യം വന്നു. അവൻ പാദരക്ഷകളെ വഴക്കു പറയുന്നു. പാദരക്ഷകളെ, നീ എന്തിനാണ് ഈ വിഷ്ണു ലോകത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്? നിന്റെ സ്ഥാനം വൈകുണ്ഠത്തിന് പുറത്താണ്. ആര് പറഞ്ഞു നിന്നോട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ? ഇതിന്റെ ഉള്ളിൽ നിനക്ക് പ്രവേശനമില്ല എന്നറിയില്ലേ? എവിടെയെങ്കിലും പാദരക്ഷകൾ അകത്ത് പ്രവേശിപ്പിക്കുമോ? ക്ഷേത്രങ്ങളിലോ ഭവനങ്ങളിലോ അതുപോലെ തന്നെ മണ്ഡപങ്ങളിലോ എവിടെയെങ്കിലും ചെന്നാൽ പാദരക്ഷകൾ പുറത്തല്ലേ? ഇത് കേട്ടപ്പോൾ സുദർശന ശംഖിന് ഒരു ആഗ്രഹം. ശംഖ് പറയുന്നത് ശരിയാണ്. രണ്ടുപേരും കൂടി പിന്നീട് ഐക്യഭാവന നിന്നുകൊണ്ട് പാദരക്ഷകളെ അപമാനിക്കാൻ തുടങ്ങി. പാദരക്ഷകളെ കണ്ടമാനം അപമാനിച്ചു. എന്നാൽ ആദിശേഷൻ അവിടെ മൗനിയായിട്ടിരിക്കുകയാണ്. ആദിശേഷൻ ഒന്നും മിണ്ടുന്നില്ല. പാദരക്ഷകളാണെങ്കിൽ നാരായണ നാമം ജപിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുന്നത്, അവരെ അപമാനിക്കുന്നത് കേട്ട് വിങ്ങി വിങ്ങി കരയുകയാണ്. ഈ വിങ്ങി വിങ്ങി കരയുന്നത് സാക്ഷാൽ നാരായണ സ്വാമിക്ക് മനസ്സിലായി. അദ്ദേഹം നിദ്രയിൽ നിന്ന് ഉണർന്നു. ഉണർന്നപ്പോൾ തന്നെ അദ്ദേഹം ഈ ശംഖിനെയും ചക്രത്തിനെയും ശപിച്ചു. ആദിശേഷൻ മൗനിയായിട്ടിരിക്കുകയാണ്.